പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി മണർകാട് ബൈപ്പാസ് റോഡിലാണ്. ഇവിടെ തലപ്പാടിയിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കരുത്. ഇന്നോവ കാറാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30-3 മണിയോടുകൂടി സംഭവിച്ച അപകടമാണ്. ഈരാറ്റുപേട്ട സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ്. അവർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഈ റോഡിൽ വെച്ച് ഓടിച്ച ആൾ ഉറങ്ങിപ്പോയതാണ്. വണ്ടിക്കകത്ത് കുട്ടികളടക്കം 7 പേരോളം ഉണ്ടായിരുന്നു. എങ്കിലും അവരെല്ലാം സുരക്ഷിതരാണ്. അവർക്കൊന്നും യാതൊരു പോറൽ പോലും പറ്റിയില്ല. എല്ലാവർക്കും റോഡിലൂടെ വന്ന വണ്ടി പെട്ടെന്ന് നിയന്ത്രണം വിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോയി പോസ്റ്റ് ഇടിച്ച് മറിയുകയായിരുന്നു. ഏതായാലും പോസ്റ്റും ആ ഇടിയിൽ പോസ്റ്റും കൂടെ പറഞ്ഞിങ്ങി പോകുന്നു. അതുകൊണ്ട് വലിയ ഇതായിട്ട് വണ്ടിയുടെ മുകളിലോട്ട് അന്നേരം തന്നെ ആ പോസ്റ്റ് വീണ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഓപ്പോസിറ്റ് ഒരു ബസ് വന്നായിരുന്നു. ബസ്സുകാർ പെട്ടെന്ന് ഇവരുടെ വരവ് കണ്ടുകൊണ്ട് ബസ് അവിടെ ചവിട്ടി നിർത്തി. ഏതായാലും വലത് സൈഡ് ചേർന്ന് അതിലിടിച്ചിങ്ങനെ നിന്നുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള വണ്ടിക്ക് പരിക്കുണ്ടെങ്കിലും ആൾക്കാർക്കൊന്നും യാതൊരു പരിക്കുമില്ലാതെ സുരക്ഷിതരാകാൻ പറ്റി. അവർ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പോസ്റ്റിനൊക്കെ പൈസയൊക്കെ അടച്ച് അവരുടെ ഇതെല്ലാം അവിടുത്തെ എക്സ്പെൻസ് എല്ലാം അവർ കൊടുത്തുകൊണ്ട് വേറെ കേസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തീർത്തു. ശരിക്കും ഇത് ടൊയോട്ടയുടെ ഇന്നോവ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ആർക്കും ഒരു പോറൽ പോലും പറ്റാതെ സുരക്ഷിതരായത്. കാരണം അത്രയ്ക്കും വണ്ടി അതിൻ്റെ കണ്ടില്ല, ഏറ്റവും ഫ്രണ്ടാണ് പോസ്റ്റിനായിട്ട് ഇടിച്ചത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാഹനമാണ് ഇന്നോവ. LKG പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അവർക്കൊന്നും യാതൊരു പരിക്കും ഇല്ലാതെ ഏതായാലും ദൈവം കാത്തു. ഈ തലപ്പാടി മണർകാട് റോഡ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം 1-2 വലിയ വളവുകളുണ്ട്. ഒന്നാമത്തെ റോഡ് BMBC നിലവാരത്തിലാണ്. വാഹനങ്ങളൊക്കെ അമിത സ്പീഡിലാണ് വരുന്നതും. പിന്നെ ആ വലിയ 2-3 വളവുകളൊക്കെ അവിടെയൊക്കെ മിക്ക ദിവസവും അപകടങ്ങളാണ്. അതുപോലെ ഇപ്പോൾ ഈ അപകടം നടന്നതിന് തൊട്ട് സമീപത്തൊരു വളവുണ്ട്. അവിടെയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ തന്നെയാണ് 2 പ്രധാനപ്പെട്ട 2 വിദ്യാലയങ്ങളുമുണ്ട്. കേബിൾ